ഇതാണ് ഗൈസ് മീൻകുളത്തിൻ്റെ അവസ്ഥ. ഇവിടെ ഇരുന്ന മീൻകുളമാണ്. ഇരിക്കണ കോലം കണ്ടോ ഗൈസ്? ഇത് പകുതിയോളം ചരിഞ്ഞ് കിടന്നതാണ്. ഇത് സംഭവം എന്തുവാന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയിരുന്നതായിരുന്നു. അന്നേരം ഇതിനകത്തൊരു 30-35 ജോഡി ആൽബിനോ റെഡ് ടെയിൽ ഗപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ട് ഗപ്പിയായിരുന്നു. ആരോ വീട്ടിൽ കയറി എൻ്റെ ഹൈബ്രിഡുകളെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. ഇതിനകത്ത് കിടന്ന ഹൈബ്രിഡായിരുന്നു. എന്നാലും അയാളൊരു മോശമായ പരിപാടിയാണ് കാണിച്ചത്. ഒരു ഭയങ്കരമായ വിഷമമാണ്. അപ്പം അധികമുള്ള ഈ ഒരു ഗപ്പിയുടെ കുറച്ച് ടാങ്ക് മാത്രമേ ഉള്ളൂ. ഒരു പന്ന പരിപാടി ഉണ്ട് ഗൈസ്. ഇതിനകത്ത് ക്ലീനായി ഗൈസ്. എൻ്റെ ഗപ്പികളെ എല്ലാത്തിനും അവസ്ഥ ഉണ്ട് ഗൈസ്. ഒരു ആമ്പലെല്ലാം ഉണ്ടായിരുന്നു, നടുക്ക് കിടന്ന ആമ്പലായിരുന്നു. ആ ആമ്പൽ പിടിച്ച് തിരിച്ച് ഇപ്പുറ സൈഡിലോട്ട് വെച്ചു. അന്നേരം നടുക്കിരുന്ന ആമ്പൽ ഇപ്പുറ സൈഡിലോട്ട് വെച്ചിട്ട് കല്ലൊക്കെ എടുത്താണ്ട് അതിനകത്ത് കിടന്ന കല്ലൊക്കെ എടുത്ത് വെളിയിട്ടു. അന്നത്തുള്ള ആവശ്യമുള്ള മീനെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. ആരാന്നൊരു പിടുത്തമില്ല. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലും വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളിത് ഹൈഡായിട്ട് വെക്കുക മീനെ എല്ലാത്തിനെയും. എന്ന് പറയുമ്പം നിങ്ങൾക്ക് എപ്പോഴും നോക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുക. വേറെ ആരുടെടുത്തും പറയരുത് ഇതൊന്നും ഗപ്പി മീനൊക്കെ വളർത്തുന്നുണ്ടെന്ന്. ഇത് ഭയങ്കര വിഷമമായി പോയി. ഞാനിത് ഇപ്പോൾ ഇനി കടയിൽ എന്തോ വിളിച്ച് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കടയിൽ അവരുടെ അടുത്ത് സമാധാനം പറയേണ്ടി വരും. ഞാനിത് ഓർഡർ കൊടുത്തതായിരുന്നു. എനിക്കിത് എൻ്റെ 35 ജോഡി ഉണ്ടായിരുന്നു. ആ 35 ജോഡിയും പോയി. ഭയങ്കര വിഷമമുണ്ട്. ബാക്കിയുള്ളത് ചത്തുപോയി. ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. 4 എണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം ചത്ത്. പിന്നെ ആരാന്നൊരു പിടുത്തമില്ല. വീട്ടിലും ആരുമില്ലായിരുന്നു. എന്തായാലും ഇതൊന്നും ആരോടും ചെയ്യരുത് ആരും. ഗൈസ് ബൈ. എനിക്ക് ഈ ഒരു വിവരം ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഗൈസ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ രാവിലെ ഇടണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും.